ലാലേട്ടൻ്റെ പടങ്ങൾക്ക് മാത്രമായിട്ട് പർപ്പസ്ഫുള്ളി നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒടിയൻ റിലീസായ സമയത്ത് മലപ്പുറത്ത് ലീന തിയേറ്ററിലും അതേപോലെ തന്നെ മഞ്ചേരിയിൽ ഉൾപ്പെടെ ഒടിയൻ പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് പർപ്പസ്ഫുള്ളി പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച ആൾക്കാരുണ്ട്. അതിൻ്റെ യൂട്യൂബിൽ ഇപ്പോഴും അതിൻ്റെ വീഡിയോ ലഭ്യമാണ്. സോഷ്യൽ മീഡിയ ചർച്ചകളെന്ന് പറഞ്ഞത് ലാലേട്ടൻ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഈ സിനിമകളുടെ വിജയപരാജയങ്ങളല്ല ഇപ്പം നമ്മൾ നോക്കേണ്ടത്. എല്ലാവരും നമ്മൾ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടിക്കറ്റുള്ളതെന്ന് അന്ന് മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടിക്കറ്റിന് പറഞ്ഞുകൊണ്ട്, പക്ഷേ എല്ലാ തിയേറ്ററും ഫുള്ളായിപ്പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ തിയേറ്റർ ഉറങ്ങി കിടക്കുന്ന തിയേറ്ററിനെ ഉണർത്താൻ മലയാളത്തിൽ ഒരൊറ്റ നടന്ന ചിത്രമേ പറ്റുള്ളൂ. ഇതിനകത്ത് വന്ന പടവിൽ പുലിമുരുക ഹൈപ്പിനോട് നീതി പുലർത്തിയില്ലേ, ലൂസിഫർ ഹൈപ്പിനോട് നീതി പുലർത്തിയില്ലേ, ആറാം തമ്പുരാൻ ഹൈപ്പിനോട് നീതി പുലർത്തിയില്ലേ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. സിനിമകൾ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാണാൻ പോകുന്നത് മലയാള സിനിമയിൽ കേരളത്തിലെ ആദ്യത്തെ 100 കോടി ഗ്രോസ് എത്തുകയും ചെയ്യും. ആ റെക്കോർഡ് തകർക്കാൻ ലാലേട്ടൻ തന്നെ വേണ്ടി വരികയും ചെയ്യും. ട്രെയിലറിലും ടീസറിലും ഒക്കെ കണ്ട പോലെ ലാലേട്ടനെ നമ്മൾ കാണാൻ